സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഇന്ന് 760 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില പവന് 1,17,080 രൂപയായി. ഗ്രാമിന് 14,635 രൂപയാണ് നൽകേണ്ടത്. വിപണിവില 1,17,080 രൂപയാണെങ്കിലും 3% GST, പണിക്കൂലി, ഹാൾമാർക്കിംഗ് ചാർജ് എന്നിവ ചേരുമ്പോൾ വില അല്പമുയരും. സ്വർണത്തോടൊപ്പം വെള്ളിവിലയും താഴുന്നുണ്ട്. ഗ്രാമിന് 289.80 രൂപയും 1 കിലോയ്ക്ക് 2,89,800 രൂപയുമാണ് വില. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ സ്വർണ്ണവില ഉയർത്തുമെന്ന് പ്രവചിക്കപ്പെട്ടെങ്കിലും വമ്പൻ ട്വിസ്റ്റോടെ വില ഇടിയുകയായിരുന്നു. 2025 നവംബറിന് ശേഷം ഇതാദ്യമായാണ് തുടർച്ചയായി 2 ആഴ്ച സ്വർണ്ണവില കുറയുന്നത്. ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ അധികം വൈകാതെ സംസ്ഥാനത്ത് സ്വർണ്ണവില 1 ലക്ഷത്തിന് താഴെയെത്തുമെന്നാണ് വിലയിരുത്തൽ. സാധാരണയായി യുദ്ധസമയത്ത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണ്ണവില ഉയരുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ പതിവ് തെറ്റി. കൂടെ ഡോളറിന്റെ കുതിപ്പും ഇന്ത്യൻ രൂപയുടെ ഇടിവും സ്വർണ്ണവിലയെ തകർത്തു. നിക്ഷേപകർ സ്വർണ്ണത്തെ ഉപേക്ഷിച്ച് മറ്റ് ലോഹങ്ങളിലേക്ക് ചുവടുമാറ്റം നടത്തിയതും വിലയിൽ പ്രതിഫലിച്ചു. US ഫെഡ് റിസർവ് പലിശ നിരക്കുകൾ ഉടൻ കുറയ്ക്കാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകളും തിരിച്ചടിയായി. ഡിസംബർ 27-നാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 1 ലക്ഷവും 1.5 ലക്ഷവും കടന്ന് 1.25 ലക്ഷത്തോളമെത്തി. ജനുവരി 29-ന് 1,31,160 രൂപയായിരുന്നു വില. തുടർന്നുള്ള ദിവസങ്ങളിൽ വില ഇടിഞ്ഞെങ്കിലും 1 ലക്ഷത്തിൽ തന്നെ തുടരുകയായിരുന്നു. ഇടയ്ക്ക് 1,07,920 രൂപയായി ഇടിഞ്ഞെങ്കിലും അധികം വൈകാതെ 1,23,720 രൂപയും രേഖപ്പെടുത്തി. ഇപ്പോഴിതാ നീണ്ട കാത്തിരിപ്പിന് ശേഷം വില വീണ്ടും പ്രതീക്ഷ നൽകുകയാണ്. ഈ പ്രതീക്ഷ നീണ്ടു നിൽക്കുമോ? സ്വർണം വീണ്ടും സ്വപ്നമാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണക്കാരും ആഭരണപ്രേമികളും.